ഹായ്, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. എന്ന് നിങ്ങളെൻ്റെ വാചകമല്ലേ കേൾക്കുന്നത്, ഇന്ന് അല്പം പാചകം കാണാം. ഞാൻ ഇടയ്ക്കൊക്കെ പണ്ട് പാചകത്തിൻ്റെ വീഡിയോ ഇടുമായിരുന്നു യൂട്യൂബിൽ. പക്ഷേ പാചകത്തിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ ഒരാൾ വീഡിയോ എടുത്തു തരാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ തനിയെ വീഡിയോ എടുത്ത് പാചകം ചെയ്ത് വരുമ്പോഴത്തേനും ഒരു 3 കറി ഉണ്ടാക്കുന്ന സമയം നമ്മൾ ഒരു കറി ഉണ്ടാക്കുമ്പോഴത്തേന് പോകും. പിന്നെ അത് എഡിറ്റ് ചെയ്ത് സൗണ്ടൊക്കെ ചെയ്ത് വരുമ്പം തന്നെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അധികം പാചകത്തിൻ്റെ വീഡിയോ ഞാൻ ഇടാത്തത്. ഇടയ്ക്ക് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തു വെച്ചിരുന്നു. അത് പക്ഷേ എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. ഇന്നിപ്പോൾ കുറച്ച് ഒടിയൻ പയർ കിട്ടി. അതുകൊണ്ട് ഒടിയൻ പയറും കൊച്ചുള്ളിയും പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് തീയൽ വെക്കുകയാണ്. ഒടിയൻ പയറെന്നാണ് ഇവിടെ പറയുന്നത്. പല സ്ഥലത്തും പലതാണല്ലോ പറയുന്നത്. പിഞ്ച് പയർ കേട്ടോ, പയറിൻ്റെ ഒരുപാട് വിളയുന്നതിന് മുമ്പുള്ള പിഞ്ച് പയറാണ്. അത് വെച്ച് തീയലുണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. ഇത് വെച്ച് തീയൽ തോരനും എല്ലാം മെഴുക്കുവരട്ടിക്കും എല്ലാം നല്ലതാണ് ഈ ഒടിയൻ പയർ. തീയൽ വെക്കാൻ കുറച്ചുകൂടെ നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് തീയൽ വെക്കാമെന്ന് കരുതിയത്. പിന്നെ തീയലിലധികം കഷ്ണങ്ങളൊന്നും ചേർക്കാത്തതാണ് നല്ലത്. ഇതേപോലെ ഒടിയൻ പയറും കൊച്ചുള്ളിയും തക്കാളിപ്പഴവും പച്ചമുളകോ അങ്ങനെ മതി. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് ഇടുന്നുണ്ട്. അതെൻ്റെ മോൾക്ക് ഉരുളൻകിഴങ്ങ് തീയൽ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് ഇടുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ പച്ചക്കറികൾ തിന്നാൻ ഭയങ്കര മടിയാണല്ലോ. എന്നും മീനും മുട്ടയും ഇറച്ചിയും മാത്രം കഴിച്ച് പഠിപ്പിക്കാതെ ഇടയ്ക്കൊക്കെ ഇതേപോലെ തീയലോ അതുപോലെ നമ്മുടെ നാടൻ കറികൾ വെച്ചുള്ള പച്ചക്കറി വെച്ചുള്ള തോരനൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമാർ ഉണ്ടാക്കാതിരിക്കരുത്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി അവരെ നിർബന്ധിച്ച് കഴിപ്പിച്ച് അത് ശീലിപ്പിക്കണം. പണ്ടൊക്കെ നമ്മളൊക്കെ അധികം പച്ചക്കറികൾ വാങ്ങിക്കത്തില്ലല്ലോ. എല്ലാം വീട്ടിൻ്റെ തൊടിയിലും അയ്യത്തൊക്കെ ഉള്ളത് തന്നെ നമ്മൾ കൊണ്ടുവന്ന് കറി വെക്കും. അതിൻ്റേതായ ആരോഗ്യം നമുക്കുണ്ട്. ഈ കൂടുതൽ ചിക്കനൊക്കെ എന്നും കൊടുത്ത് പഠിപ്പിച്ച കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചൊക്കെ പച്ചക്കറികളും എല്ലാ ദിവസവും അവർക്ക് കഴിക്കാൻ കൊടുത്ത് പഠിപ്പിക്കണം നിർബന്ധിച്ച്. അതിന് ഇതേപോലുള്ള തീയലൊക്കെ ഇടയ്ക്കൊന്ന് കൊടുത്ത് നോക്കണം. കഴിക്കത്തില്ലെന്നൊക്കെ ആദ്യം പറഞ്ഞാലും നമുക്ക് അത് കഴിപ്പിച്ച് അവരെ ആ ടേസ്റ്റ് പഠിപ്പിക്കണം. എല്ലാ പച്ചക്കറികളും കഴിച്ച് പഠിപ്പിക്കണം. അത് ചില കുട്ടികൾ ഒട്ടും കഴിക്കത്തില്ല. എല്ലാ ദിവസവും മീൻ വേണം, എല്ലാ ദിവസവും ഇറച്ചി വേണം, അങ്ങനെയൊക്കെ കഴിക്കുന്ന കുറേ കുട്ടികളെ എനിക്കറിയാം. അങ്ങനെ പഠിപ്പിക്കരുത്. എല്ലാ കറികളും നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് വേണം പഠിപ്പിക്കാൻ. പിന്നെ തീയലിൻ്റെ കൂടെ ഒരുപാട് കഷ്ണങ്ങൾ ഇടാതെ നമുക്ക് ഇപ്പോൾ സാമ്പാറിനാകുമ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ ഇടും. തീയലിനൊക്കെ നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ ഏത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ച് മാത്രം ഉണ്ടാക്കുന്ന അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ സാമ്പാറിലാണെങ്കിൽ നമ്മൾ ഒരുപാട് എല്ലാ കഷ്ണങ്ങളും ഇടും. തീയൽ അങ്ങനെ ഇടണ്ട. പിന്നെ ഈ തമിഴരൊക്കെ കണ്ടിട്ടില്ലേ സാമ്പാർ വെക്കുന്ന, അവർ ഒക്കെ വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് വെച്ച് മാത്രം സാമ്പാർ ഉണ്ടാക്കും. ഇപ്പോൾ വഴുതനങ്ങ സാമ്പാർ, ഉള്ളി സാമ്പാർ, അതുപോലെ വെണ്ടയ്ക്ക സാമ്പാർ, അങ്ങനെ അവർ ഉണ്ടാക്കുന്നത്. നമ്മളെയുള്ള സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങളൊക്കെ ചേർക്കുന്നത്. പിന്നെ ഇത് കൂമ്പാണ്. ഇത് ഞങ്ങളുടെ വയലിൽ നിന്ന് കൊണ്ടുവന്ന കൂമ്പാണ്. ഞങ്ങൾക്ക് വയലിൽ ഒരുപാട് വാഴയുള്ളത് കൊണ്ട് കൂമ്പിനൊന്നും ക്ഷാമമില്ല. അതേപോലെ പിണ്ടി, കൂമ്പ് എല്ലാം തോരൻ വെക്കും. ഇവിടെ എല്ലാം നാടൻ കറികളാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് മിക്കവാറും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കറി. പിന്നെ കൂമ്പൊക്കെ ഒരുപാട് കൊണ്ടുവരുന്നതിൻ്റെ അന്ന് നമ്മുടെ അയൽവക്കത്തുള്ളവർക്കും എല്ലാം കൊടുക്കും. ഇതിൻ്റെ കൂടെ പയറിട്ടും തോരൻ വെക്കാം. ഇതുപോലെ ഒടിയൻ പയറിട്ടും തോരൻ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് വൻപയർ പുഴുങ്ങി അതിനകത്തിട്ട് അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ഈ കൂമ്പ് മാത്രം തോരൻ വെക്കുന്നത് നല്ലതാണ്. ഏറ്റവും ഫൈബർ കണ്ടൻറ്റ് ഉള്ള ഇതാണ് കൂമ്പ്. നമുക്കിവിടെ അത്രയ്ക്ക് മൈൻഡില്ല. ഓരോ സ്ഥലത്തൊക്കെ ഓരോരുത്തർ പൈസ കൊടുത്ത് വാങ്ങിയാണ് ഇത് കറി വെക്കുന്നത്. ഇതാണെങ്കിൽ അധികം വിഷമൊന്നും ചേർക്കാത്ത കൂമ്പാന്നല്ല. നല്ല വാഴ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കൂമ്പാകുമ്പോൾ വിഷമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കൂമ്പാണ്. ഇതൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണം. ഇന്ന് കൂമ്പും പയറും കൂടെ തോരനും തീയലും ഒക്കെ വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് ഞാനിങ്ങനെയാണ് അരിയുന്നത് കേട്ടോ. കട്ടിംഗ് ബോർഡിൽ വെച്ചൊന്നും അരിയാൻ എനിക്കറിയത്തില്ല. ഇപ്പോൾ ചൂട് കാരണം വെളിയിൽ വന്നിരുന്ന അരിയാണ് കേട്ടോ. ഭയങ്കര ചൂട്, അടുക്കളയിൽ നിൽക്കാൻ വയ്യ. പിന്നെ ഇത് പൊടിയായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിടും. ഇപ്പോൾ ഇത് വെള്ളത്തിലോട്ട് അരിഞ്ഞിടുന്ന പതിവുണ്ട്. പക്ഷേ ഞങ്ങളിത് ഇങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി വെക്കത്തേ ഉള്ളൂ. അന്നേരം അത് കറുക്കാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ ചതച്ചുകൊണ്ട് വരുമ്പോഴത്തേന് അതങ്ങ് ഒരു കറുത്ത കളർ വരും. ഇത് തീയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുക്കുകയാണ്.
ഈ തേങ്ങയ്ക്കകത്ത് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് മീൻ വറുത്തരച്ച് വെക്കുന്നതിനകത്താണ്. ഈ തീയലിന് അങ്ങനെ ഒരുപാട് ഇഞ്ചിയൊന്നും ചേർക്കാറില്ല. പിന്നെ ഈ തേങ്ങ വറുക്കുന്നത് ശ്രദ്ധിച്ചോണം, ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. ഇതേപോലെ ഇളം മെറൂൺ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പം അത് നിർത്തണം. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരുപാട് തേങ്ങ കറുത്ത് പോകരുത്. കറുത്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റും പോവും, തീയലിൻ്റെ കളറും ഒരു കറുകറായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ആക്കി നല്ലൊരു കളർ വരുമ്പോഴത്തേന് അത് നല്ല നമ്മൾ തീ അണച്ച് അവിടെ വെക്കണം. അതിനുശേഷം ഇതുപോലെ കഷ്ണങ്ങളൊക്കെ എനിക്കിതുപോലൊരു മൺകലത്തിലാണ് ഞാൻ തീയൽ വെക്കുന്നത്. അത് കടുക് വറുത്തിട്ട് വേണമെങ്കിൽ ഈ കഷ്ണങ്ങളിട്ട് ഒന്ന് വഴറ്റിയിട്ട് വയ്ക്കാം. പക്ഷേ ഇവിടെ അധികം എണ്ണ അങ്ങനെ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിത് വേവിച്ചെടുക്കുകയാണ്. മഞ്ഞളും ഉപ്പും ഇട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചാൽ മതി, വെള്ളം ഒഴിച്ച്. നമുക്ക് വഴറ്റിയിട്ട് വേണമെങ്കിൽ ഇതേപോലെ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു പകുതി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. അത് നന്നായിട്ട് നല്ലതായിട്ട് അരയണം, നല്ല മഷി പോലെ അരച്ചെടുക്കണം തീയലിന്, എങ്കിലേ അത് ടേസ്റ്റുള്ളൂ. അല്പം പുളിയും കൂടെ ചേർത്ത് അരയ്ക്കണം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് കലക്കി ആ തീയലിനകത്ത് ചേർക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സിമ്മിലിട്ട് കൊടുത്താൽ മതി. അതവിടെ പതുക്കെ തിളച്ച് വെളിച്ചെണ്ണ തെളിയണം, എങ്കിലേ ആ തീയലിനൊരു ടേസ്റ്റുള്ളൂ. പിന്നെ ഇതുപോലെ കടുക് വറുത്തിട്ട് നമ്മുടെ കൂമ്പ് ഇട്ട് കൊടുക്കണം. കൂമ്പിനകത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പിന്നെ ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാവരും വെക്കുന്ന കറികളാണല്ലോ. ഇപ്പോൾ തീയൽ റെഡിയായിട്ടുണ്ട്. തീയലിങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അത് തീയലിന് തീ കുറച്ചിട്ടിരുന്നാൽ മതി. അതവിടെ നിന്ന് പതുക്കെ ചിലരിങ്ങനെ നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴേ വാങ്ങി വെക്കുന്നതാണ്. അങ്ങനെ വെച്ചാൽ തീയലിനൊരു ടേസ്റ്റ് വരത്തില്ല. അതേപോലെ നന്നായിട്ട് അത് കുറുകി വരണം. ഇത് കടുക് വറുത്തതിന് ശേഷം പിന്നെ നമ്മുടെ കൂമ്പിനകത്ത് വൻപയർ പുഴുങ്ങിയതും തേങ്ങ ചതച്ചതും കൂടി ഇട്ട് ഇളക്കിയതാണ്. തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക്, പിന്നെ ജീരകം, വെളുത്തുള്ളി ഇത്രയും ചതച്ചാൽ മതി. പിന്നെ എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് ഇതേപോലെ ഒന്നും കൂടെ വെച്ച് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. അരപ്പൊക്കെ ഒന്ന് വെന്ത് ഇതിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കൂമ്പൊക്കെ അമ്മമാർക്കെല്ലാം വെക്കാൻ അറിയും. പിന്നെ പുതിയ കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയാണ് ഞാനിതൊക്കെ ഇത്രയും കാര്യമായിട്ട് പറയുന്നത്. പിന്നീട് അത് നന്നായിട്ട് ഇതേപോലെ ചിക്കി തൂത്തി എടുക്കണം. അത് തവി വെച്ച് ഇങ്ങനെ ഇളക്കുന്നതിനേക്കാളും ഇതേപോലെ ഒരു മരത്തവിയുടെ തടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അത് കിട്ടും. ഒരു ചെറിയ നൂല് പോലെ കാണും ചിലപ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വെച്ച് ഇളക്കുന്നത്. അപ്പോഴും ഉപ്പൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും എത്തും. അങ്ങനെ എൻ്റെ തോരനും തീയലും ഒക്കെ റെഡിയായി. ഇനി എല്ലാവരും ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ചോറ്, തീയൽ, വീഡിയോ എടുത്തപ്പം മൊബൈൽ തിരിച്ചു വെച്ചെടുത്ത്, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. പിന്നെ മീൻ വറുത്തതുണ്ട്, രസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് മീൻ വറുത്തതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് തീയലും തോരനും രസം പിന്നെ ഒട്ടും ഒഴിക്കത്തില്ല. തീയലിന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ കറിയൊന്നും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയാണ്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവരാരും അവരുടെ മുഖം കാണിക്കരുതെന്ന് കർശന നിർദ്ദേശമുള്ളത് കൊണ്ടാണ് എന്നെ മാത്രം ഞാൻ കാണിക്കുന്നത്. ഞാൻ പറയുമായിരുന്നു, എല്ലാ ദിവസവും എൻ്റെ മുഖം മാത്രം കണ്ട് ആൾക്കാർ ബോറടിച്ച് കാണും, നിങ്ങളെയും കൂടെ കാണിക്കട്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും കാണിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ആരുടെയും മുഖം വീഡിയോ കാണിക്കരുതെന്നുള്ള പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുകയാണ്. ഞാൻ പറയാമായിരുന്നു, എന്നും എൻ്റെ മുഖം മാത്രം അവർ കണ്ട് എല്ലാവരും ബോറടിച്ചിരിക്കുക, നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും കാണിക്കണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് TV കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉച്ചയൂണൊക്കെ നന്നായിട്ട് കഴിച്ചു. ഇനി 4 മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പം 4 മണി പലഹാരങ്ങൾ എന്താണെന്ന് കണ്ടെത്തണം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.